അതിൻ്റെ അളവോ കാര്യങ്ങളൊന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടമെന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം ഒരു 20 ദിവസം മറ്റോ ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് പള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചത് ഇതുപോലെ ഒരു കിരീടം വേണം, ചെയ്യാമെന്ന് ചോദിച്ചു. അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളൊന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടമെന്ന് പറഞ്ഞു. എത്ര സമയം എടുത്തു ഇത് ശരിക്കും ഇത് ചെയ്യാൻ 17 ദിവസത്തോളം എടുത്തു. ഇവിടെ വന്ന് അളവെടുത്തതിന് ശേഷം ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവെടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ച് വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത്. അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണ്ണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയിട്ട് ഇതിനുപയോഗിച്ച സ്വർണ്ണത്തിൻ്റെ ബാക്കി കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഇങ്ങോട്ട്. താങ്ക് യു. പേര് മുഴുവൻ എങ്ങനെയാണ്? എൻ്റെ പേര് എൻ്റെ ശബരിമലയിലെ കൊടിമരം, ഗുരുവായൂർ നാലുകാതൻ വാർത്ത, പറമേക്കാവിലെ കൊടി, ഇതെല്ലാം നമ്മളാണ് ചെയ്തത്. ആർട്ടിസാൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പൻ്റെ പേര് അനന്തനാചാരി, എൻ്റെ പേര് അനുവാനന്ദൻ. ഇപ്പം